നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കേസിലെ കക്ഷികൾ അവരവർക്ക് പറയാനുള്ളത് എഴുതി കൊടുക്കുക എന്ന് മാത്രമാണ് ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡേറ്റുകൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അതെ, 3 ദിവസം പിന്തുണയ്ക്കുന്നവരുടെ വാദം, അതിനുശേഷം അതിനെ എതിർക്കുന്നവരുടെ വാദം, പിന്നീട് അമേക്കസിൻ്റെതായിട്ടുള്ള വാദം 2 ദിവസം ഉണ്ടായിരിക്കും. ഇന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സീനിയർ അഭിഭാഷകൻ ശ്രീ ജയതിഗുപ്തയാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ നമ്മളുടെ നിലപാട് ഞങ്ങൾ റിവ്യൂ പെറ്റീഷനെ എതിർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മാറ്റം ഉണ്ടാകുമെന്ന ചില സൂചനകൾ അല്ല, അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായത്തിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് സംസ്ഥാന സർക്കാരിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. നിർണായകമായ ഒരു തീരുമാനമാണോ 9 അംഗ ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, അത് നേരത്തെ തന്നെ 9 അംഗ ബെഞ്ച് നേരത്തെ തന്നെ രൂപീകരിച്ചതാണ്. അതിൻ്റെ ഹിയറിംഗ് ഒരു ദിവസം തുടങ്ങുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കോവിഡ് സമയത്തെ കാരണങ്ങൾ കൊണ്ട്. അതിപ്പോൾ വീണ്ടും ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇന്ന് കോടതിയിൽ ചീഫ് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന 9 അംഗ ബെഞ്ചിൽ ഇപ്പം നിലവിലുള്ള ഏക ജഡ്ജ് എന്ന് പറയുന്നത് ചീഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊരു സർക്കാരിന്റെ നിലപാട് ഒരു നിർണായക ഘടകമായിരിക്കില്ല. ഇനിയിപ്പോൾ അവർ നിലപാട് തിരുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പഴയ നിലപാടുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് നിർണായകമല്ലേ? വാദം നടക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാതായിരിക്കും നല്ലത്. അമൃത, അത് തന്നെയാണ് ഇതിൽ നിർണായകമാകുന്ന ഘടകം എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും? മുൻകാല നിലപാട് തിരുത്തുമോ അല്ലെങ്കിൽ ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നതാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ 9 തന്നെ സർക്കാർ എന്ത് പറയും എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഇതിനു മുമ്പ് എന്തായിരുന്നു സർക്കാരിന്റെ നിലപാട് എന്നുള്ള കാര്യം. ഈ വിഷയത്തിൽ തൊട്ട് ഒരു തവണ കൈ പൊള്ളിയിട്ടുള്ളതാണ് സർക്കാരിന്. അതല്ല, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്, പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. അതേ നിലപാടുമായി മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായും ഇത്തവണയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് മുന്നിലുള്ളത്. അമൃത, തീർച്ചയായിട്ടും. കാരണം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അത് ഏറെ തരത്തിൽ തിരുത്തിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ കേൾക്കേണ്ടി വരും. പക്ഷേ തിരുത്തിയില്ലെങ്കിൽ അതും സർക്കാരിനെ സംബന്ധിച്ച് അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറെ നിർണായകം. ഏപ്രിലായിരിക്കും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ നിലപാട് തിരുത്തിക്കൊണ്ട് ഒരു അഫിഡവിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകുമോ എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഇതുവരെ പുനഃപരിശോധനാ ഹർജിയെ എതിർത്തിരുന്നു. ആ ഒരു വാക്കുപയോഗിച്ചു, ഇതുവരെ എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ്, അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ എതിർക്കുന്നു എന്നുള്ള നിലപാടല്ല ഇന്ന് സ്വീകരിച്ചത്. മറിച്ച് ഇതുവരെ ഈ പുനഃപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു എന്നാണ് മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ കേന്ദ്രം ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ആ വിധിയിൽ 2018 ശബരിമല യുവതി പ്രവേശന വിധിയിൽ ഒരു പുനഃപരിശോധന വേണം. അതുകൊണ്ട് തന്നെ ഈ പുനഃപരിശോധനാ ഹർജികളെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും മാർച്ച് 14-നകം കക്ഷികളോട് വാദം എഴുതി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലായിരിക്കും 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക. ആ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക. ഈ 9 അംഗ വിശാല ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത് മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശവും സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.